വീണ്ടും ഒരു നോമ്പ് കാലം നമ്മളിലേക്ക് എത്തണം. അപ്പോൾ നോമ്പിൽ എല്ലാവരും ആത്മീയമായിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ തയ്യാറാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ടതാണ് ഇപ്പോൾ നോമ്പിൽ ക്രമീകരണങ്ങളാണ്. ജീവിതശൈലിയെയും ഭക്ഷണത്തെയും വ്യായാമങ്ങളെയും ഉറക്കത്തെയും എല്ലാത്തിനെയും ക്രമീകരിക്കുന്ന ഒരു സമയമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആരോഗ്യകരമായിട്ട് ഇതിനൊക്കെ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ പൊതുവേ നോമ്പ് എന്ന് പറയുന്ന നോമ്പ് കാലം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊക്കെ കൺസേൺ ആയിട്ടുള്ളൊരു സാധനമാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കുക, അഥവാ നോമ്പിൻ്റെ ഭക്ഷണങ്ങൾ തുടങ്ങുന്നത് ഈത്തപ്പഴം കൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഈ ഈത്തപ്പഴം പൊതുവെ കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അത് പൊതുവെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ഈത്തപ്പഴം മധുരമുള്ള ഒരു ഡേറ്റ്സ് ആണല്ലോ, അത് കഴിച്ചാൽ പൊതുവെ ഷുഗർ സ്പൈക്ക് ആവുക ഡൗട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന സാധനമുണ്ട്, അത് ലോ ടു മോഡറേറ്റ് ഉള്ളതാണ് ഈത്തപ്പഴത്തിലുള്ളത്. അതുപോലെ ഈത്തപ്പഴത്തിൽ ഹൈ ഫൈബർ ആൻഡ് ഗ്ലൈസെമിക് ഇൻഡെക്സ് മോഡറേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അത് കഴിക്കുമ്പോൾ അതിൽ ഷുഗറിനേക്കാൾ കൂടുതൽ ന്യൂട്രീഷ്യൻസാണ് ഉണ്ടാവുക. ഫൈബർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് അത് ഷുഗർ ഉണ്ടാവില്ല, സ്പൈക്ക് ചെയ്യില്ല. അതൊരു റിസർച്ച് പേപ്പറിൽ ഞാനിങ്ങനെ കണ്ടു. അഥവാ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫൈബറുണ്ട്. ഫൈബർ നമ്മുടെ ഡൈജസ്റ്റിന് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് ഒരാൾ നോമ്പ് തുറക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഷുഗർ ഡൈജസ്റ്റ് ചെയ്യും. ഷുഗർ എന്നുള്ളത് അഥവാ ഗ്ലൂക്കോസ് എന്നുള്ളത് പൊതുവേ നമുക്ക് എനർജി ഗിവിങ് ആണല്ലോ, അപ്പോൾ എനർജി നൽകും. അപ്പോൾ ആ ഒരു ഊർജ്ജം അത് ശരീരത്തിലെ എല്ലാ സെല്ലിലേക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. ഓൾറെഡി ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും, ഫാസ്റ്റിംഗ് നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഓൾക്കും ഒരു മോഡറേറ്റ് ലെവല് 2-3 ഈത്തപ്പഴം ഉണ്ടാക്കാൻ പറ്റും, നോമ്പ് നോക്കുന്ന സമയത്ത് കഴിക്കാം. അതുകൊണ്ട് അവൻ്റെ ഷുഗർ ഉണ്ടാവില്ല, സ്പൈക്ക് ആവില്ല. ഓക്കെ. അപ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും എന്നല്ലേ പറയുന്നത്?